പാകിസ്ഥാനികളെ കൊണ്ട് ബ്രിട്ടൻ ദുരന്തം അനുഭവിക്കുകയാണെന്നാണല്ലോ പറയുന്നത്. സത്യമാണ്. എന്താണ് സർ ശരിക്കും സംഭവിക്കുന്നത്? റൂപ്പർട്ട് ലോവി, അതെ, ഒരു എം പി, യു കെയിലെ ഒരു പാർലമെൻറ്റ് അംഗം, അതെ, പാർലമെൻറ്റിൽ വളരെ ഭയാനകമായ ഒരു കാര്യം ഉദാഹരണ സഹിതം അവതരിപ്പിക്കുകയാണുണ്ടായത്. അതെന്താണെന്ന് വെച്ചാൽ 83 പ്രദേശങ്ങളിൽ പാകിസ്ഥാനിൽ നിന്നും അവിടെ കുടിയേറി പാർത്തിരിക്കുന്ന മുസ്ലിങ്ങൾ ബലാത്സംഗ സംഘങ്ങളുണ്ടാക്കിയിട്ട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ തെരഞ്ഞു പിടിച്ച് ബലാത്സംഗം ചെയ്യുന്നു. അത് വളരെ ബ്രൂട്ടലായ രീതിയിൽ. അതിന് ഇരയാക്കപ്പെട്ട പെൺകുട്ടികളുടെ അനുഭവ കഥകൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം പാർലമെൻറ്റിൽ വന്നത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. റേപ്പ് ജിഹാദ് എന്ന് വേണമെങ്കിൽ പറയാല്ലേ. റേപ്പ് ജിഹാദ് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബലാത്സംഗം ഒരു മതനിന്ദ കൂടി നടത്തിക്കൊണ്ടാണ്. ചില പെൺകുട്ടികൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം വിവരിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ബലാത്സംഗം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, അത് മാറി മാറി ബലാത്സംഗം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ മതത്തെ നിന്ദിക്കുകയും ചെയ്യും. അതാണ്, അതായത് ബലാത്സംഗം പോലും ഇതര മതങ്ങളെ നിന്ദിക്കുന്നതിനുള്ള ഉപാധിയാക്കി എടുത്തിരിക്കുന്ന പാകിസ്ഥാനി മുസ്ലിം സംഘമാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അവിടെയും പരാതി വന്നിരിക്കുന്ന പോലീസിൽ പരാതി കൊടുത്തിട്ട് പോലീസ് വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല എന്നാണ് വരുന്നത്. ഇത് പറഞ്ഞാൽ ഉടനെ പറയും മുസ്ലിങ്ങളെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്നു എന്നായിരിക്കും ഇവിടെ പറയാൻ പോകുന്നത്. ഇങ്ങനൊരു സംഭവം നടന്നിട്ട് മലയാളത്തിലെ ഒരൊറ്റ മാധ്യമവും അത് വാർത്തയാക്കിയില്ല. ശ്രദ്ധിച്ചില്ലേ? ഒറ്റ മാധ്യമവും വാർത്തയാക്കിയിട്ടില്ല. കാരണം മുസ്ലിങ്ങൾക്കെതിരെ വാർത്ത നൽകേണ്ടതില്ല. മുസ്ലിങ്ങൾ ചെയ്യുന്ന ചെറ്റത്തരത്തെ മൂടി വെച്ചുകൊണ്ടും അതിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടും വാർത്തകൾ നൽകിയാൽ മതി എന്നൊരു തീരുമാനം ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ എടുത്തിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. അല്ലെങ്കിൽ ഇത് വാർത്തയാകേണ്ടതല്ലേ? അതെ. കാരണം 83 സ്ഥലങ്ങളിൽ 6ഉം 7ഉം വരുന്ന പാകിസ്ഥാനി മുസ്ലിങ്ങളായിട്ടുള്ള സംഘങ്ങൾ രൂപീകരിച്ചിട്ട് വൾണറബിൾ ഗ്രൂപ്പിൽപ്പെട്ട പെൺകുട്ടികളെ തേടി പിടിച്ചുകൊണ്ട് ആവർത്തിച്ച് ബലാത്സംഗം ചെയ്യുകയും പുറത്തു പറഞ്ഞാൽ കൊന്നുകളയും, നിന്നെ മാത്രമല്ല നിൻ്റെ അപ്പനെയും അമ്മയെയും അടക്കം കൊന്നുകളയും എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. അത് കൂടാതെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുസ്ലിങ്ങൾക്ക് മാത്രമേ സദാചാരമുള്ളൂ, യൂറോപ്യന്മാർക്കും ക്രിസ്ത്യാനികൾക്കും സദാചാരമില്ല, അതുകൊണ്ട് നിന്നെ ഒന്നും ബലാത്സംഗം ചെയ്യുന്നത് തെറ്റല്ല എന്ന് അവരോട് പറഞ്ഞു എന്നും ഈ എം പി വികാരഭരിതനായി പാർലമെൻറ്റിൽ പറയുകയുണ്ടായി. ഇത് പറഞ്ഞാൽ പറയും ഉടനെ തന്നെ പറയാൻ പോകുന്നത് അവരൊന്നും ഇസ്ലാമല്ല എന്ന് പറയും. അതും ശരിയല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രവാചകൻ്റെ വഴിയാണ് അവരും തിരഞ്ഞെടുത്തിരിക്കുന്നത്. 9 വയസ്സ് ഉള്ള പെൺകുട്ടിയെ പ്രവാചകൻ 60 വയസ്സുകാരനായ പ്രവാചകൻ 9 വയസ്സുള്ള പെൺകുട്ടിയെ വിവാഹം ചെയ്തിട്ട് അത് മഹത്തായ കാര്യമാണെന്ന് പ്രചരിപ്പിക്കുകയാണ്. എന്തു ചെയ്യാൻ പറ്റും? അതിന് ന്യായം കണ്ടെത്തുകയാണ്. ഇന്നാണെങ്കിൽ പോക്സോ കേസിൽ പ്രതിയാണ്. അല്ലെങ്കിൽ തന്നെ 9 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ 60 വയസ്സുള്ള ഒരാൾ വിവാഹം കഴിച്ചുകൊണ്ട് അതിനെ ലൈംഗികമായി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മനസ്സ് എത്ര വികൃതമായിരിക്കണം. ഇതല്ലേ ഈ മുസ്ലിങ്ങൾ ഇവർ പഠിപ്പിച്ചു വിടുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നാണ് ഈ പറഞ്ഞ റൂപ്പർട്ട് ലോവ് പറയുന്നത്. ഇതിന് തടയണം എന്നാണ് അയാൾ ആവശ്യപ്പെടുന്നത്. കാരണം ഇത് ഇരയാക്കപ്പെടുന്നവരിലും ജാതിയുണ്ട്. മുസ്ലിം പെൺകുട്ടികൾ ആരും ഇതിന് ഇരയാക്കപ്പെടുന്നില്ല. ഇരയാക്കപ്പെടുന്നത് വെള്ളക്കാരികളായ ക്രൈസ്തവ മതവിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളാണ് എന്നും അയാൾ ചൂണ്ടിക്കാണിച്ചു ഉദാഹരണ സഹിതം, ഈ റൂപ്പർട്ട് ലോവി. ഇതിങ്ങനെ ഒരു സംഭവം അത് ഇംഗ്ലണ്ടിലാണ് നടക്കണമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം.
അങ്ങനെ തന്നെ വേണമെന്ന് ഇപ്പോൾ ഒരാൾ പറഞ്ഞ എൻ്റെ അടുത്ത് ഞാനിത് പറഞ്ഞപ്പോൾ. കാരണം അത്രയേറെ വിപുലമായ രീതിയിലുള്ള ഒരു സൗകര്യമാണ് പാകിസ്ഥാൻ എന്നും ബ്രിട്ടീഷുകാർ കൊടുത്തിട്ടുള്ളത്. അതെ, ഇന്ത്യക്കെതിരാണെന്നുള്ളതാണ് അവരുടെ ഒരു സൗകര്യം. ഈ ബ്രിട്ടീഷുകാർക്ക് സത്യത്തിൽ ഇന്ത്യയാണ് അവരുടെ ശത്രു, പാകിസ്ഥാൻ അവരുടെ മിത്രമായിരുന്നു. പാകിസ്ഥാനാണ് അവരെന്നും സഹായം ചെയ്തിട്ടുള്ളത്. ഇന്ത്യക്ക് കാര്യമായ സഹായമൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇന്ത്യക്കാർക്ക് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലം തുടങ്ങി തന്നെ ബ്രിട്ടീഷുകാരോടൊരു അധമർണ്യം ഉള്ളതുകൊണ്ട് അവർ പറയുന്നതായിരിക്കും ശരി എന്ന് കരുതിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണല്ലോ ഈ ഒന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ നിന്ന് കൊണ്ടുപോയ കോഹിനൂർ കിരീടത്തിൽ ഇത് കിരീടത്തിൽ വെച്ചുകൊണ്ടാണ് ബ്രിട്ടീഷ് രാജ്ഞി ഇരിക്കുന്നത്. കളവ് മുതൽ കിരീടത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ലോകത്തെ മുഴുവൻ കാണിക്കാൻ കഴിയുന്ന ആ ഒരു 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 ഉളുപ്പില്ലായ്മ ഉണ്ടല്ലോ. അവർക്ക് ഇന്ത്യയോട് ആ ഒരു എതിർപ്പുണ്ടായിരുന്നു, പണ്ട് മുതലേ ഉണ്ടായിരുന്നു. അത് ഇന്ത്യയെ വിഭജിക്കുമ്പോൾ പോലും അവരുടെ മനസ്സിൽ അതുണ്ടായിരുന്നു. ഇന്ത്യയെ വിഭജിക്കുമ്പോഴും അവരൊരു പ്രോ പാകിസ്ഥാനി അപ്രോച്ചായിരുന്നു എന്നുള്ള കാര്യം മറ്റേ ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് അത് വായിക്കുമ്പോൾ നമുക്കത് ബോധ്യമാകും. കാരണം ഒരു പ്രോ പാകിസ്ഥാനി സമീപനമായിരുന്നു അതിനകത്തുണ്ടായിരുന്നു. അതെ, കാരണം രാജ്യത്തെ ഇന്ത്യയുടെ അന്ന് അവിഭക്ത ഇന്ത്യയുടെ പ്രധാനപ്പെട്ട 2 പോർട്ടുകൾ, ഒന്ന് കറാച്ചിയും മറ്റൊന്ന് ഈ പറയുന്ന ചിറ്റഗോങ്ങും അടക്കം പ്രധാനപ്പെട്ട, അതും ഇന്ത്യയുടെ ഏറ്റവും ഫലഭൂയിഷ്ടമായ വലിയ 2 പ്രദേശങ്ങൾ പാകിസ്ഥാൻ കൊടുക്കുകയാണ് ചെയ്തത്. അത് ചർച്ചയില്ലാതെ കൊടുത്തു. അതെ, അതെങ്ങനെയാണെന്ന് വെച്ചാൽ പാകിസ്ഥാൻ അനുകൂലമായ രീതിയിൽ ഒന്ന് വരയ്ക്കുകയാണ് ചെയ്തത്. അത് ഇന്ത്യ അവിടെയുള്ള ഹിന്ദുക്കളെ മുഴുവൻ നശിപ്പിച്ചു, അവരുടെ സ്വത്തുവകകൾ മുഴുവൻ പിടിച്ചടക്കി. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിവിടെ വന്നപ്പോൾ അവർക്ക് ഇവിടെ ഉടുക്കാൻ തുണി പോലും കൊടുത്തില്ല. കാരണം മതേതരത്വം പറഞ്ഞുകൊണ്ടിരുന്നു. അതിൽ ഗാന്ധിക്കും പങ്കുണ്ട്. മതേതരത്വമാണ് നമ്മൾ പറയുന്നത്, നമ്മൾ അവരോട് അങ്ങനെ പെരുമാറാൻ പാടില്ല, അവർ നമ്മളോട് എങ്ങനെ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ അങ്ങനെ ഒരു സമീപനം എടുക്കാൻ പറ്റുമോ? ആ ഒരു ചോദ്യമില്ലേ? യുദ്ധം വേണ്ട എന്ന് പറയാം, പക്ഷേ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ യുദ്ധം ഉണ്ടാകുന്നില്ലേ? എന്നും ഉണ്ടാകുന്നില്ലേ? ഒന്നാം ലോക മഹായുദ്ധവും 2ാം ലോക യുദ്ധവും കഴിഞ്ഞ സമയത്ത് പറഞ്ഞെന്താണ്? ഇനി ലോകത്ത് യുദ്ധം ഉണ്ടാകില്ലെന്നാണ്. പക്ഷേ യുദ്ധം ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. അത് മനുഷ്യ സ്വഭാവത്തിൻ്റെ ഈ പ്രത്യേകതകളും കൂടിയില്ലേ? അതിനെതിരെയാണ് ഗാന്ധിക്ക് ഒറ്റക്ക് നിന്ന് യുദ്ധം ചെയ്യാം. അതിനെതിരെ ഗാന്ധി പറയുന്നുണ്ടല്ലോ, ഐ ഓൾസോ വാണ്ട് യു ടു ഫൈറ്റ് അഗൻസ്റ്റ് ആങ്കർ എന്ന് പറയുന്നുണ്ട്. ക്ഷോഭത്തിനും ക്രോധത്തിനുമെതിരെ യുദ്ധം ചെയ്യണമെന്നാണ് ഗാന്ധി പറയുന്നത്. പക്ഷേ ക്ഷോഭത്തിനും ക്രോധത്തിനും എതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി അവർക്ക് കഴിയുന്നില്ല. അവരുടെ പെൺകുഞ്ഞുങ്ങൾ ക്രൂരമായ രീതിയിൽ ബലാത്സംഗം ചെയ്യപ്പെടുന്നു, അതിനുവേണ്ടി സംഘങ്ങളുണ്ടാക്കിയിരിക്കുന്നു. അങ്ങനെ ആ രാജ്യത്തിൻ്റെ സംസ്കാരത്തെയും അവരുടെ ജീവിതത്തെയും അവരുടെ മതബോധത്തെയും മലിനപ്പെടുത്തുന്ന ഒരു സംഘമായി പാകിസ്ഥാൻ എന്നുള്ള മുസ്ലിങ്ങൾ മാറിയിരിക്കുന്നു എന്നാണ് റൂപ്പർട്ട് ലോവ് പറയുന്നത്. അപ്പോൾ എന്തു ചെയ്യും? ഇതിനൊരു ഇത് കിട്ടണ്ടേ? ഇങ്ങനൊരു സംഭവം നടന്നിട്ട് മലയാളത്തിലെ മാധ്യമങ്ങൾക്ക് ഇതൊന്നും ഒരു വാർത്തയേ അല്ല. അവരന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന യു-പിയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ഇതൊന്നും അവർക്കൊരു വാർത്തയല്ല. മുസ്ലിങ്ങൾ മഹാന്മാരാണ്, എല്ലാ മുസ്ലിങ്ങളും മഹാന്മാരാണ് എന്ന് സ്ഥാപിക്കലാണ് ഇപ്പോഴത്തെ മാധ്യമ പ്രവർത്തനം എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായ കാര്യം. അവർ മനമ്പം ഭൂമി പിടിച്ചെടുത്താൽ അത് മഹത്താണെന്ന് പറയും, അങ്ങനെ അല്ലാതെ ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. ഇതെന്തൊരു മാധ്യമ പ്രവർത്തനമാണ്? ഇത്തരത്തിൽ ഹീനമായൊരു കാര്യം ഒരു ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഒരു MP പ്രസംഗിച്ചിട്ട്, അതും നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാൻ്റെ പ്രദേശവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ട്, അത് വാർത്തയാക്കാൻ പോലും മടിക്കുന്ന വിധത്തിൽ ഉള്ള ഒരു ഭീതിയുടെ അന്തരീക്ഷം കേരളത്തിലും നിലനിൽക്കുകയാണ്. കേരളത്തിലും ആ ഭീതിയുടെ അന്തരീക്ഷം നിലനിൽക്കുകയാണ്. അതിൽ ഇവരെല്ലാവരും ഒരു സെറ്റായിട്ടാണ് നിൽക്കുന്നത്. ഞങ്ങൾക്കിതെല്ലാം വേണം എന്നാണ് പറയുന്നത്. എന്തൊരു കഷ്ടമാണ്.
എന്നിട്ട് പറയും അയ്യോ മതത്തിൻ്റെ പേരിൽ അങ്ങനെയൊന്നും ആക്ഷേപിക്കരുത്, അങ്ങനെ ഒരു വിഭാഗത്തെ വേറെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവരെയും വരട്ടെ. ഇത് പറഞ്ഞത് ഇന്ത്യക്കാരനല്ല, ഇത് പറഞ്ഞത് RSSകാരനല്ല, ഇത് പറഞ്ഞത് BJPക്കാരനുമല്ല, ഇത് പറഞ്ഞത് ബ്രിട്ടീഷ് പാർലമെൻറ്റിലെ ഒരു പാർലമെൻറ്റ് അംഗമാണ് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഈ പ്രസംഗം നടത്തിയിരിക്കുന്നത്. അത് ചെറിയ കാര്യമാണോ? പക്ഷേ മലയാള മാധ്യമങ്ങൾ അതൊരു വാർത്തയാക്കില്ല. അതുകൊണ്ടാണ് നമ്മളതിനെ വാർത്തയാക്കി കൊടുക്കാൻ തീരുമാനിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ ആ മതത്തിൻ്റെ ഘടനയിൽ എന്തോ കുഴപ്പമുണ്ട്, ഇവർക്ക് കറക്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അതൊരു വലിയ പ്രശ്നമാണ്. അതിന് ഒരു ആധുനിക സമൂഹത്തിൽ ജീവിക്കത്തക്ക വിധത്തിൽ ആ മതത്തിനുള്ള പരിഷ്കാരങ്ങൾ നടത്താനുള്ള ഒരു സമ്മതിക്കുകയില്ല. എന്തു ചെയ്യും? അവരുടെ ഈ പ്രാകൃതമായ മതബോധത്തിൻ്റെ ഇരകളാക്കപ്പെടുന്നത് മറ്റ് മതസ്ഥരാണ് എന്നതും കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. അത് മറ്റുള്ളവരെ ഇവരെന്തിനാ ഇരയാക്കുന്നത്? ഇവരെന്തിനാണ് ബലാത്സംഗം ഒരു ജിഹാദായിട്ട് ഉപയോഗിക്കുന്നു ആണെന്നാണ് ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം. അതെ, റേപ്പ് ജിഹാദ്.